ഹലോ, ഞാൻ ഇന്ന് തളി ശിവക്ഷേത്രത്തിൽ പോവാണ്. കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും തളി അമ്പലം. നമ്മൾ കോഴിക്കോട് ടൗണിൽ തന്നെയാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും അങ്ങനെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അന്നൊരു 30 വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ ഭയങ്കര വിശേഷമാണ്. ഗണപതിക്ക് സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ അത് കൂടാതെ അമ്മ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അമ്മേനെയും കൂട്ടി ഒന്ന് ശിവൻ്റെ അമ്പലത്തിൽ പോവാം എന്നുള്ള, തളി അമ്പലത്തിൽ പോവാം എന്നുള്ള ഒരു പ്ലാന് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതങ്ങ് നടപ്പിലാക്കി. അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ വഴിപാടൊക്കെ റെസിപ്റ്റ് ആക്കാൻ പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വേഗം തന്നെ തൊഴുതിറങ്ങി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഉള്ളിൽ നിന്ന് എടുത്തില്ല. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് അമ്മ ഇവിടെ ലുലു ഓപ്പണായിട്ട് അമ്മ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അമ്മേനൊന്ന് ലുലു കാണിക്കാമെന്ന്. അങ്ങനെ ലുലുവിലൊന്ന് ജസ്റ്റ് കയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കാനും പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്റ്റൈൽസിൻ്റെ 50% ഓഫ് ഉണ്ട്. അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷെ തിരക്കില്ല കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു റഷും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ മുകളിൽ കയറിയിട്ട് ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൂടുതൽ സാധനങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഓഫർ സെയിലിൽ ഉള്ളത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ക്രോക്കറി ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഓഫർ സെയിൽസിലുണ്ട്. ഇത് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്. പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നുമില്ല. കാരണം അമ്മയ്ക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് കയറുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ലുലു അമ്മയൊന്ന് കാണിച്ചു കൊടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും ലുലു അല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും അവിടെ കയറിയതല്ലേ, അപ്പോൾ അച്ഛനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലേ സ്റ്റേഷനിൽ കയറി. നോർമലി നമ്മളെല്ലാ പ്ലേ സ്റ്റേഷനിൽ കയറിയാലും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയുള്ളത്. ഇതേ ബൈക്ക് റൈഡ്, കാർ റൈഡ്, പിന്നെ ഒരു ഗണ്ണിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്റ്റോറി വെച്ചിട്ടായിരുന്നു അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അവന് അതത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. അവന് ഈ റേസിങ്ങിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ളത് കൊണ്ടാണ് അവന് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളത്. ഇത് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർ റൈഡിലേക്ക് വന്നു. എല്ലാം റൈഡ് തന്നെയാണ്. പൊതുവേ പ്ലേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നോർമലി നിങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ അറിയായിരിക്കും, കുട്ടികളുടെ ആ പ്ലേ സ്റ്റേഷനിൽ ഭയങ്കര റഷും ഭയങ്കര ബഹളവുമായിരിക്കും. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊതുവേ ആ സ്ഥലം ഇഷ്ടമല്ല എന്ന്. പിന്നെ അവനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എപ്പോൾ പോയാലും മുകളിൽ എപ്പോൾ പോയാലും ഞങ്ങൾ പ്ലേ സ്റ്റേഷനിൽ കയറും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഒരു റഷും ഇല്ല. പല റൈഡുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആരും അതിലൊന്നും കയറുന്ന പോലും ഇല്ല. അങ്ങനെ റൈഡ് കണ്ടോ, കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു കിടക്കുക. ആളില്ലാത്തൊരു സ്ഥലം പോലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു റൈഡിലും ഒരു ആൾക്കാരില്ല. ഇനിയിപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ ആരത് ഇങ്ങനെ കാര്യമായിട്ട് ഒരു വലിയൊരു തിരക്കില്ലേ. ഞാൻ പറഞ്ഞില്ലേ കണ്ണ്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങൾക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് ബ്രോസ്റ്റ് മേടിച്ചു. അവിടുന്ന് അതൊക്കെ പാക്ക് ചെയ്ത് മേടിച്ച് ഞങ്ങൾ ബില്ലിംഗ് സെഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബില്ലിങ്ങിലും ഈ പറഞ്ഞ പോലെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ അവിടെ ഭയങ്കര ക്യൂ ഒക്കെ ഉള്ളത്. അവിടെ പ്രത്യേകിച്ച് ക്യൂ ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ അവിടെ എത്തി. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനില്ല. ഇപ്പം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറി, കുറച്ച് മത്തങ്ങയാണ് നോക്കിയിട്ടാണ് എസ്പെഷ്യലി പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എലിശ്ശേരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെ അവനെടുത്തേക്ക് എന്നുണ്ട്. അവൻ്റെ ഐറ്റംസൊക്കെ ബ്രോസ്റ്റ്, ബീഫിൻ്റെ എന്തോ ഒരു കറി മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചപ്പാത്തി, നാളേക്കുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കറിവേപ്പില. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. പക്ഷെ അമ്മ മറന്നുപോയി. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞങ്ങളവിടെ ബില്ലൊക്കെ ആക്കി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേയ്മെൻറ്റൊക്കെ ചെയ്തു. തിരിച്ചു പോകുന്ന സമയത്ത് VKCയുടെ ഒരു ഷോറൂം കണ്ടപ്പോൾ അവിടെ കയറി അച്ഛന് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഷോറൂം ഭയങ്കര വലുതാട്ടോ. അപ്പോൾ ഈ അടുത്തിടെ ഓപ്പൺ, പക്ഷേ അവിടെ കാര്യമായിട്ടുള്ളൊരു കളക്ഷൻ ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ചപ്പലുണ്ടായിരുന്നില്ല. അവന് ബ്ലാക്ക് ചപ്പൽ വേണം, സ്കൂളിലേക്ക് ഇടാൻ പറ്റണം, അങ്ങനെ കുറേ ഡിമാൻഡ്സുകളുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ അവിടെ ഏതായാലും കയറിയതല്ലേ വെച്ചിട്ട് അവിടെ ഉള്ള കുറച്ച് ചപ്പലൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഇഷ്ടമായില്ല. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നത്തെ ഷോപ്പിങ്ങും ഭക്തിയും എല്ലാം കൂടി ചേർന്നൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും തളി അമ്പലത്തിലോ ലുലുലൊക്കെ പോകണ്ടെങ്കിൽ പോവുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.